വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെസിയാണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് ടഫ് ആണോ? സോഷ്യൽ സയൻസിലെ ചില കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണോ? സോ അങ്ങനെയാണെങ്കിൽ ചില കോഡുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, സാർ ഇതുപോലെ തന്നെ സെറ്റാക്കി തരാം കേട്ടോ. നിങ്ങൾ കുറഞ്ഞ സമയം നിങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. മകളെ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നോക്കിക്കോ, പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പാഠഭാഗങ്ങളിൽ ഒന്നാണ് മകളെ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ എക്കോണമി എന്ന് പറഞ്ഞ ചാപ്റ്റർ. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നവും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയും എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മകളെ വെസ്റ്റേൺ തിങ്കേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന വെസ്റ്റേൺ എക്കണോമിക്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പാശ്ചാത്യ സാമ്പത്തിക ചിന്തകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലേ. അവരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്കൊന്ന് നോക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് പ്രധാനപ്പെട്ട എക്കണോമിക് തിങ്കേഴ്സിനെ അവിടെ കൊടുക്കുന്നു, അവരുടെ ബേസിക് ഐഡിയാസ് കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു ഇവിടെ കൊടുത്തത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഐഡിയാസ് പറയുന്നത് സയൻസ് ഓഫ് വെൽത്ത് ആണ്. അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. സാമ്പത്തിക ശാസ്ത്ര ചിന്തകന്മാരും അവരുടെ ആശയങ്ങളാണ്. അതിനകത്ത് ആഡം സ്മിത്തിൻ്റെത് സമ്പത്തിന്റെ ശാസ്ത്രം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നൊരു ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം ആരാണ് പറഞ്ഞത്, വെൽഫെയർ എക്കണോമിക്സ് എന്താ ആരാണ് പറഞ്ഞത്, ഇങ്ങനെ കുറേ സാധനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുന്നുണ്ട് ഡേവിഡ് റിക്കാർഡോയുടെ ബേസിക് ഐഡിയാസ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. മകളെ, ഇത്തരത്തിലേക്കൊക്കെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ആഡം സ്മിത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കളെ ആൽഫ്രഡ് മാർഷലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ലേണൽ റോബിൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മക്കളെ ഡേവിഡ് റിക്കാർഡോയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കാൾ മാക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ജെ.എം. കെയ്ൻസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. ജെ ഷൂംപീറ്ററെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെ ആശയങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അത്യാവശ്യം കുറേ ഇത് ഉള്ളതായിട്ടൊക്കെ എന്ത് ചെയ്യും, എൻ്റെ മക്കൾക്ക് തോന്നില്ല ഇതൊക്കെ എങ്ങനെയാണ് സാറേ ഞങ്ങൾ ഓർത്ത് വെക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. മക്കളെ, ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും ഷോർട്ടാക്കിയിട്ട് ജെസി സാർ ഒരു ടേബിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു ടേബിൾ കണ്ടോ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ എവിടെയില്ല. അപ്പോൾ സാർ എന്ത് ചെയ്യാണ്, ഇത് സെറ്റ് ചെയ്ത് തന്നാണ്. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിച്ചാൽ ഇത് മൊത്തം എന്ത് ചെയ്യും, പഠിക്കും. ഞാൻ നേരത്തെ കാണിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈസി ആയിട്ട് പഠിക്കും. ഇനി നിങ്ങൾക്കൊരു സംശയമാണോ, സാർ ഇത് ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുക, അതിന് വേണ്ടിയിട്ടാണ് സാറിൻ്റെ കോഡുകൾ വരുന്നത്. ഇത് നിങ്ങൾക്ക് ഈസി ആക്കി തരാനാണ് സാറിൻ്റെ കോഡ്. നിങ്ങൾ നോക്കിട്ടോ, ഒന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ ആഡം സ്മിത്തിൻ്റെ വർക്ക് എന്താണ്, സയൻസ് ഓഫ് വെൽത്ത് ആണ് അല്ലേ, അല്ലെങ്കിൽ സമ്പത്തിന്റെ ശാസ്ത്രത്തിനെ കുറിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത്, പഠനങ്ങൾ നടത്തുന്നത്. ഒറ്റ കാര്യം ഓർത്താൽ ആഡം സ്മിത്ത് എന്ന് ഓർക്കുക. ആഡം സ്മിത്ത് മകളെ, ഈ ആഡം സ്മിത്ത് എന്ന് പറയുമ്പോൾ ഈ സ്മിത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് സ്മിത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഗോൾഡ് സ്മിത്ത് എന്നൊന്ന് ജസ്റ്റ് വരിക. ഗോൾഡ് സ്മിത്ത്, അതായത് സ്വർണ്ണത്തിന്റെ പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഗോൾഡ് സ്മിത്ത് എന്ന് പറയാം അല്ലേ. അപ്പോൾ നോക്കിയോ, ആഡം സ്മിത്ത് എന്ന് പറയുമ്പോൾ സ്മിത്ത്, ഗോൾഡ് സ്മിത്ത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അത് ഗോൾഡ് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, അത് വെൽത്ത് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയോ, വെൽത്ത് ഓഫ് നാഷൻസ് അല്ലെങ്കിൽ സയൻസ് ഓഫ് വെൽത്തിനെ കുറിച്ച് പറഞ്ഞ ആളാരാണ്, ആഡം സ്മിത്ത് ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇനി അടുത്ത് നോക്കിയോ, ആൽഫ്രഡ് മാർഷൽ അല്ലേ. നിങ്ങൾ നോക്കിയോ, അവിടെ മാർഷൽ അല്ലെങ്കിൽ മാഷി നിങ്ങൾ കിട്ടൂലേ, ആൽഫ്രഡ് മാർഷൽ മാഷി എന്ന് കിട്ടൂലേ. മക്കളെ, മാഷിമാർ എന്തിനു വേണ്ടിയിട്ടാണ്, വെൽഫെയർ ഓഫ് ദ സ്റ്റുഡൻസ് അല്ലേ, സ്റ്റുഡൻസിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ആര്, മാഷിമാരുള്ളത്. അങ്ങനെ നമുക്ക് കിട്ടും വെൽഫെയർ എക്കണോമിക്സ് ആണ് എന്ത് ചെയ്തത് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിനെ കുറിച്ചാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം അല്ലേ. ഇത് കണക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ബൈഹാർട്ട് പഠിക്കാൻ നമുക്കാവില്ല. മാച്ച് ദ ഫോളോയിങ്ങോ അങ്ങനെയൊക്കെ തന്നെ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡുകൾ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാട്ടോ. അതേപോലെ നമുക്ക് ലയണൽ റോബിൻസ് അല്ലേ, നിങ്ങൾ ലയൺ എന്ന് ഓർത്താൽ മതി. ലയണൽ റോബിൻസ് ലയൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് കാട്ടിൽ ഒരുപാട് ലയൺ ഉണ്ടോ, ഇല്ല, കുറഞ്ഞ ലയൺ അല്ലേ ഉള്ളൂ. അപ്പോൾ നോക്കിയോ മക്കളെ, ലിമിറ്റഡ് റിസോഴ്സസ് അല്ലേ, ലിമിറ്റഡ് ആണ്. നോക്ക്, പരിമിതമായ വിഭവങ്ങളാണ് ആര്, ലയൺസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലയൺസ് എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റഡ് ആണ്, പരിമിതമാണ് എന്ന് ഓർത്താ വെച്ചാൽ മതി. അവിടെ കണ്ടോതാ അവരുടെ കൺസെപ്റ്റ് എന്താ, ലയണൽ റോബിൻസിന്റെ കൺസെപ്റ്റ് എന്താ, ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ദ ലിമിറ്റഡ് റിസോഴ്സസ്, മനുഷ്യന്റെ ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും എന്നാണ് ലയണൽ റോബിൻസ് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇനി അടുത്ത് നോക്കിയോ, ഡേവിഡ് റിക്കാർഡോ എന്ന് പറയുമ്പോൾ അതിനോട് സാമ്യതയുള്ള ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. റിക്കാർഡോ, റെക്കോർഡ് ചെയ്യുക, ഡേവിഡ് റിക്കാർഡോ, റെക്കോർഡ്. മക്കളെ, എന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, എന്താ നമ്മൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ഞാനാണെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുക, ഒരു പാട്ടാണ് റെക്കോർഡ് ചെയ്യുക, ഞാൻ സ്വയം പാടുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ നോക്ക് മക്കളെ, പാട്ട സിദ്ധാന്തത്തിനെ കുറിച്ചാണ് ഡേവിഡ് റിക്കാർഡോ പറഞ്ഞത്. ആ റെക്കോർഡ് ഓർത്ത് വെച്ചോ, ഡേവിഡ് റിക്കാർഡോ റെക്കോർഡ് ഓർത്ത് വെച്ചോ, റെഡി. ഇനി അടുത്ത് വെച്ചോ, കാൾ മാക്സ് ആണ് അല്ലേ, കാൾ മാക്സ് ആണ് അല്ലേ. മാക്സ് എന്ന് പറയുമ്പോൾ അതുമായി സബ്ജക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സബ്ജക്റ്റിന്റെ പേരുണ്ടോ, എന്താ ഉള്ളത്, യെസ്, റെഡി, മാക്സ്. മകളെ, മാക്സ് ഇല്ലേ, ഈ മാക്സിനകത്തല്ലേ നമ്മൾ എന്തൊക്കെ പഠിക്കുക, വാല്യൂവിനെ കുറിച്ച് പഠിക്കുക, ഇതുപോലെ തന്നെ മൂല്യത്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന എവിടെയാണ്, ഈ പറഞ്ഞ മാക്സിലാണ്. അപ്പോൾ നോക്ക്, കാൾ
കാൾ മാക്സ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, കാൾ മാക്സ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. അപ്പോൾ അതാ പറഞ്ഞത് മാർക്സ് അല്ലെങ്കിൽ മാക്സ് എന്ന് ഓർക്കുക. മാക്സ് എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചാണ്, വാല്യൂവിനെ കുറിച്ചാണ്. സോ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ കേട്ടോ. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. റെഡി. ഇനി അടുത്ത് നോക്കിട്ടോ, ജെ എം കെയ്ൻസ് കീ എന്നുള്ള വരൂല അവിടെ, ജെ എം കെയ്ൻസ് കീ എന്നുള്ള ഒരു വാക്ക് അവിടെ ഇല്ലേ, കീ മക്കളെ കീ നോക്ക്. ഒരു രാജ്യത്തിന്റെ കീ ആരുടെ കയ്യിലാണ്? ഒരു രാജ്യത്തിന്റെ കീ ആരുടെ കയ്യിലാണ്? ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്, ഗവൺമെന്റിന്റെ കയ്യിലാണ്, ഗവൺമെന്റിന്റെ ഇടപെടലാണ് ഒരു രാജ്യത്തിന്റെ കീ എന്ന് പറയുന്നത്. അപ്പോൾ കീ എന്ന് പറഞ്ഞാൽ ആരുതാണ്? ഒരു ഗവൺമെന്റിന്റെ ഇടപെടലാണ്. അപ്പോൾ ഓർത്ത് വെച്ച മക്കളെ, ജെ എം കെയ്ൻസ്, അതുപോലെ തന്നെ തിയറി ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ സിദ്ധാന്തം. അപ്പോൾ ജെ എം കെയ്ൻസ് കീ ഗവൺമെന്റിന്റെ ഇടപെടൽ സിദ്ധാന്തം കേട്ടോ. ജെ എം കെയ്ൻസ് ഗവൺമെന്റിന്റെ ഇടപെടൽ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. റെഡി അല്ലേ? സെറ്റ്. ഇനി അടുത്ത് നോക്കിയോളൂ, ജെ എ ഷൂംപീറ്റർ. നിങ്ങൾ അവിടെ ഷൂ എന്ന് കിട്ടൂലേ, ഷൂ മക്കളെ. ഷൂ നമ്മളൊരു കാലിന്റെ മുകളിൽ ഷൂ ഇടുന്നു. ഷൂട്ട് എന്തിന്റെ മുകളിൽ ചവിട്ടി കഴിഞ്ഞാൽ ആ ചവിട്ടി സാധനം എന്ത് ചെയ്യും? അതുപോലെ തന്നെ നശിച്ചു പോകും. നോക്കുക, സൃഷ്ടിപരമായ നശീകരണം കണ്ടോ, ഡിസ്ട്രഷൻ, നശീകരണം. അപ്പൊ ഷൂട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? എന്തെങ്കിലും ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പൊ ക്രിയേറ്റീവ് ഡിസ്ട്രഷൻ, സൃഷ്ടിപരമായ നശീകരണം. ജെ എ ഷൂംപീറ്റർ കേട്ടോ. അപ്പൊ ഷൂ ഓർത്ത് വെച്ചോളാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മക്കളെ, ഇത്തരത്തിലേക്ക് ചെറിയ കോഡുകളൊക്കെ ആക്കി നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊന്നും നമുക്ക് ബൈഹാർട്ട് പഠിക്കാൻ ചിലപ്പോൾ എല്ലാവരെ കൊണ്ടും കഴിഞ്ഞോളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഇത്തരത്തിലേക്കില്ല എന്ത് ചെയ്യുക, കോഡുകളും ട്രിക്സുകളും ആക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. കാരണം എന്താ അറിയോ, നമുക്ക് ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട്, ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാം വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ അത് ഡിസോർഡർ ആയിട്ട് തരും, നിങ്ങൾ അത് കണ്ടെത്താൻ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് നമുക്ക് ഇത്തരത്തിലേക്കുള്ള കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർമ്മയിലുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ നിങ്ങളെ കമൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയിക്കണം. ജെസി സാറോട് പറയണം കേട്ടോ, എങ്ങനെയുണ്ട് നിങ്ങളുടെ കോഡുകളൊക്കെ, ജെസി സാറിൻ്റെ കോഡുകളൊക്കെ മക്കൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ എന്ത് ചെയ്യണം, ജസ്റ്റ് പറയണേ. ഓക്കെ, റെഡി. സോ മക്കളെ, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. അടുത്ത വർഷത്തേക്ക് നിങ്ങൾ 9ാം ക്ലാസ്സിലേക്കാണ്. 9ാം ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ഒരുങ്ങിയിട്ടുണ്ട്. ആ ബാച്ചാണ് മക്കളെ നിഞ്ച ബാച്ചിനകത്ത് ഓൾറെഡി ഇപ്പോൾ അഡ്മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷം പ്രധാനപ്പെട്ട 3 പ്രത്യേകതകളോടുകൂടി തന്നെയാണ് സൈലത്തിൻ്റെ നിഞ്ച ബാച്ച് ഒരുങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് മുൻപിൽ ബേസ് പ്ലാൻ എന്നും അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്ലാൻ എന്നും ഇൻഫിനിറ്റി പ്രോ എന്നും പറഞ്ഞ് 3 പ്ലാനുകളുണ്ട്. ഏതൊക്കെ പ്ലാൻ? ഒന്ന് ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, രണ്ടാമത്തത് ഇൻഫിനിറ്റി പ്രോ പ്ലാൻ കേട്ടോ, മൂന്നാമത് ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ആഗ്രഹം ഒരു ഡോക്ടർ, എഞ്ചിനീയർ പോലുള്ള വലിയ പോസ്റ്റുകളാണ്. അതായത് മാസത്തിൽ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് ലക്ഷങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, അങ്ങനെ വലിയ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഇൻഫിനിറ്റി പ്രോ ബാച്ച്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ പറയുന്നു, ഈ ഒരു ഇൻഫിനിറ്റി പ്രോ നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റി പ്ലാൻ തന്നെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കണം. രണ്ടാമത്തെ പ്ലാൻ തന്നെ എന്ത് ചെയ്യണം, എടുക്കണം. കാരണം എന്താ പറയുക, ഇൻഫിനിറ്റി പ്രോ പ്ലാനിൻ്റെ അകത്ത് ഫാൽക്കൺ ബാച്ച് ഉണ്ട്. ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞാൽ നീറ്റ് JEE പോലുള്ള ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാനാണ് ഈ പറഞ്ഞ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. അപ്പോൾ അത് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റി എങ്കിലും എന്ത് ചെയ്യുക, എടുക്കുക. സോ അടിപൊളിയാക്കുക, മനോഹരമാക്കുക മക്കളെ. ഓൾ ദി ബെസ്റ്റ്. സോ മറക്കണ്ട, നിങ്ങളുടെ കമന്റുകൾ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കുക. ജയ് സാറോട് പറയുക കേട്ടോ. സോ ബൈ മക്കളെ, ബൈ. നമുക്കിനി ലൈവിൽ കാണാം. ബൈ മക്കൾ, ബൈ.